മമ്മി അല്ല, അമ്മ ഇങ്ങനെ സ്നേഹം മഴ പൊഴിയാൻ മാത്രം മകൻ എന്താ ചെയ്തെന്നൊന്ന് പറയാവോ? അച്ഛനയക്കേ? ഞാനോ? അല്ല, അതെപ്പോ? ഞാൻ പോലും അറിഞ്ഞില്ലല്ലോ. അല്ലമ്മേ, ഞാൻ അറിയണ ഒരു അച്ഛൻ സ്റ്റീഫൻ ജോസഫ് അല്ലേ, നമ്മളെ പള്ളിയിലച്ഛൻ. ആ ബെസ്റ്റ്. അല്ല, ഇതാരാ മമ്മിനോട് പറഞ്ഞേ? നമുക്ക് പിറക്കാൻ പോണ കുഞ്ഞ് അല്ലേ മമ്മി? ശരിക്കും ഞാൻ ലയന്റെ ലൈഫില് വരേണ്ട ആളല്ലായിരുന്നെന്ന് എനിക്കിപ്പോ തോന്നി തുടങ്ങി. ഞാൻ ശരിക്കും ഒരു ത്യാഗി ആവാനോ അല്ലെങ്കിൽ വലിയ ഹീറോ ആവാനോ ഒന്നല്ല ലയന്റെ കഴുത്തില് താലി കെട്ടിയത്. ഞാൻ മനസ്സറിഞ്ഞ് കെട്ടിയതാ. എനിക്ക് അവളും വേണം, നിശക്കുട്ടിയും വേണം. അവളെ മുന്നില് അവൾ എന്നൊരു ത്യാഗമായിട്ട് എന്തിനു കാണുന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. എനിക്കിപ്പോഴും ഈ നിമിഷം വരെയും അവളെ ഇഷ്ടം, അതില് ഒരു മാറ്റമില്ല. എന്റെ ജീവിതാവസാനം വരെ ലയും നിശക്കുട്ടിയും വേണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ടാ അവളത് മനസ്സിലാക്കാത്തെ? ഇനി ഒരു പക്ഷേ അവക്ക് എന്നെ അപ്സെറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരിക്കോ? അവക്ക് എന്നോട് ഇഷ്ടമില്ലാത്തോണ്ടായിരിക്കോ? അവക്ക് എന്നോട് താല്പര്യമില്ലാത്തോണ്ടായിരിക്കോ അവള് ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്നേ? സ്നേഹം അത് ആരടുത്തൊന്നും പിടിച്ചു മേടിക്കാൻ പറ്റത്തില്ല. എന്തൊക്കെ ഞാൻ അവളെ സ്നേഹിച്ചെന്നും മോളെ സ്നേഹിച്ചെന്നും പറഞ്ഞാലും അവക്ക് എന്റെ കൂടെ നിൽക്കാൻ കംഫർട്ട് ഇല്ലാത്തടത്തോളം ഞാൻ അവളെ ഫോഴ്സ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. ഇനി ഞാൻ ലയനെ ഒരിക്കലും ഈ കാര്യത്തിൽ ഫോഴ്സ് ചെയ്യാനും പോകുന്നില്ല. അവക്ക് ഇന്ന് ഇപ്പോ ഈ നിമിഷം വേണമെങ്കിലും എന്റെ ലൈഫിൽ നിന്ന് ഇറങ്ങിയേ പോവാ. പക്ഷെ ഞാൻ ആരെ സ്നേഹിക്കണം എന്നുള്ളത് അത് എന്റെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യ. അതിലൊരിക്കലും ആരെ ഇടപെടുത്താൻ ഞാൻ ആർക്കും അവകാശം കൊടുത്തിട്ടില്ല, ലയക്കാണെങ്കിൽ പോലും. എന്താ? അല്ല, ഞാൻ വിളിച്ചിട്ടെന്തേ ഫോൺ എടുക്കാഞ്ഞേ? വിളിച്ചത് ശ്രദ്ധിച്ചില്ല. ശ്രദ്ധിച്ചില്ലെന്നോ? അതെങ്ങനെ? ഇത്ര ദിവസം ഇങ്ങനൊന്നല്ലായിരുന്നല്ലോ, ഇപ്പൊ എന്ത് പറ്റി? ഇന്ന് ഞാൻ കുറച്ച് ബിസി ആയിപ്പോയി, അതുകൊണ്ട് ശ്രദ്ധിക്കാൻ പറ്റിയില്ല, അത്ര തന്നെ. ജയ്സ, നീ എന്താ ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുന്നേ? നീ ഇങ്ങനൊന്നും ആയിരുന്നില്ലല്ലോ. നിനക്ക് എന്താ പറ്റിയേ? എനിക്കെന്ത് പറ്റാൻ? എനിക്കൊന്നും പറ്റിയിട്ടില്ല. ഞാൻ എപ്പോഴും പോലെ തന്നെ ഉള്ളത്. അല്ല, എന്റെ ജയ്സൺ ഇങ്ങനെയല്ല. ഐ മീൻ, ഞാൻ കണ്ടിട്ടുള്ള ജയ്സൺ ഇങ്ങനെയല്ലെന്ന്. മനുഷ്യന്മാരെപ്പോഴും ഒരുപോലെയല്ലല്ലോ. ഞാനും ശരാശരി ഒരു മനുഷ്യനല്ലേ. അപ്പൊ പിന്നെ എനിക്കും കുറച്ച് മാറ്റങ്ങളൊക്കെ ആവാലോ. ജയ്സ, നിനക്ക് എന്നോട് എന്തെങ്കിലും ദേഷ്യമുണ്ടോ? ദേഷ്യോ? എനിക്കോ? നിന്നോടോ? അല്ല, നിന്നോട് ദേഷ്യപ്പെടാൻ ഞാൻ നിന്റെ ആരാ? എന്താ ജയ്സ എങ്ങനെയൊക്കെ പറയുന്നേ? പിന്നെ ഞാൻ എന്താ പറയണ്ടല്ലയാ? 6 മാസം കഴിഞ്ഞാ നമ്മൾ തമ്മിൽ ഡൈവേഴ്സാ. അതിനുശേഷം ഞാൻ നിനക്ക് ആരോ അല്ലേ? അല്ല, 6 മാസം ആവണമെന്നില്ല, ഇപ്പൊ തന്നെ നിന്റെ മനസ്സില് ഞാൻ ആരോ അല്ലേ? പിന്നെന്താ? എന്താ ജയ്സ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? പിന്നെ നിനക്കൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. 6 മാസം വരെയൊന്നും നീ എന്നെ സഹിക്കേണ്ട ഒരു ആവശ്യമില്ല. ഞാനേ അഡ്വക്കേറ്റിനോട് സംസാരിച്ചിട്ടുണ്ട്. കഴിയണതും 2 മാസം കൊണ്ട് തന്നെ ഡൈവേഴ്സ് റെഡിയാക്കി തരാന്നാ പറഞ്ഞേ.
അപ്പോ അതുവരെ മാത്രം നീ എന്നെ സഹിച്ചാ മതി. ജയ്സ, അത് ലയ, എനിക്ക് നല്ല തലവേദന ഉണ്ട്. കുറച്ചേരം എനിക്ക് റെസ്റ്റ് എടുക്കണം. നമുക്ക് പിന്നെ സംസാരിക്കാം. എന്താടി അങ്ങനെ തുറച്ചു നോക്കുന്നേ? എന്തേ, ആപ്പിൾ വേണോ? വേണമെങ്കിൽ ഡേ അവിടെ എന്തോരം ഫ്രൂട്ട്സ് ഇരിപ്പുണ്ട്, അതൊക്കെ എടുത്ത് കഴിക്കേ. നീ ഇങ്ങനെ നോക്കി നിൽക്കല്ലേ, എനിക്ക് വയറ് വേദനിക്കത്തില്ലേ? ഇവനൊന്നും ശരിക്കും മനസാക്ഷി എന്താന്ന് പോലും അറിയാത്തവനാ. ഇവനോടൊന്നും ഒന്നും സംസാരിച്ചിട്ട് കാര്യമില്ല. നിന്നോടല്ലേ പറഞ്ഞേ എന്തേലും വേണമെങ്കിൽ എടുത്ത് കഴിക്കേ, എന്നെങ്ങനെ നോക്കല്ലേ. ഓ, അല്ലേലും നോക്കാൻ പറ്റിയ മുതല്. ആ അത് സത്യം കേട്ടോ, നോക്കാൻ പറ്റിയ മുതൽ തന്നെയാ. അതുകൊണ്ടല്ലേ കണ്ണെടുക്കാണ്ട് എന്നെങ്ങനെ സൈറ്റ് അടിച്ചോണ്ടിരിക്കണേ. അയ്യോ, സൈറ്റ് അടിക്കാൻ പറ്റിയ മോന്ത കണ്ടേച്ചാലും മതിയല്ലോ. ഇടിടി, നിനക്കേ ഈ കിമ്മിനെ പറ്റി തികച്ചും അറിയാത്തോണ്ടാ. ഞാൻ പഠിച്ച കോളേജിലിട്ടൊന്ന് ചെന്ന് നോക്ക്, അന്നേരം അറിയും ഈ കിം ആരാന്ന്. പെണ്ണുങ്ങളൊക്കെ അങ്ങ് വരിക്ക് നിൽക്കുവായിരുന്നു എന്നെ ഒരു നോക്ക് കാണാൻ വേണ്ടി. എത്ര പെൺകുട്ടികളെ ഡ്രീം ബോയ് ആയിരുന്നെന്നറിയോ? എത്ര പെൺകുട്ടികളാ എന്നെ കണ്ട് ക്രഷ് അടിച്ചെന്നറിയോ? ഇതൊന്നും അറിയാണ്ട് എന്നോട് കളിക്കല്ലേ. അച്ചടാ. ഇപ്പോഴെങ്കിലും മനസ്സിലായോ എന്റെ പവർ എന്താന്ന്? ഓ, മനസ്സിലായി മനസ്സിലായി. താനൊരു മീശോ ഋത്തിക് റോഷനാന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായി. ദേ ഓവർ കടത്തല്ലേ. ഓ, അപ്പോ അതൊക്കെ മനസ്സിലാക്കാനുള്ള ബുദ്ധിയുണ്ട്. പിന്നെ നിന്നെ പോലെയാണോ? അതൊക്കെ പോട്ടെ, നീ ഇപ്പോ ഓക്കെ അല്ലേ? ഓക്കെ അല്ലെങ്കിൽ ഓക്കെ അല്ലെങ്കിൽ ഇവിടെ തന്നെ നിൽക്ക്, ഞാൻ പോണേ. എത്ര നേരം വെച്ചാ ആ ഡ്രിപ്സ് തീരുന്നവരെ കാത്തിരുന്നറിയോ? എന്നെ കൊണ്ടൊന്നും ആവത്തില്ല ഇങ്ങനെ ബോറടിച്ച് ഒരേ സ്ഥലത്ത് ആ ഡ്രിപ്സ് തീരുന്ന നോക്കി കുത്തിരിക്കാന്. ഞാൻ വേണമെങ്കിൽ അമ്മനെ വിളിച്ച് വരാൻ പറയാം, അമ്മ അവിടെ നിന്നോളൂ, ഞാൻ പോവാ. അതെങ്ങനെ ഒറ്റക്കെട്ടിട്ട് പോവും? അമ്മ വരട്ടെ, അമ്മ വന്നതിന് ശേഷം ഞാൻ പോവും. അത് പിന്നെ അപ്പോ ഞാനിവിടെ നിന്നില്ലെങ്കിൽ നിനക്ക് കുഴപ്പമൊന്നുമില്ലേ? അല്ല നിനക്ക് പേടി? ഡയലോഗൊക്കെ കൊള്ളാം. ഡയലോഗ് പോലെ തന്നെ നേരിൽ കണ്ടാലും മതി. അതൊക്കെ കാണും. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് പേടിന്ന് പറഞ്ഞാ എന്താന്ന് പോലും അറിയത്തില്ല. ഞാൻ ഇന്ന് വരെ ഒന്നിനും ഒരു കാര്യത്തിന് പേടിക്കാത്ത ആളാ. അങ്ങനെ ആരെ കൊണ്ടും അത്ര എളുപ്പമൊന്നും ഈ ക്ലാരനെ പേടിപ്പിക്കാൻ പറ്റത്തില്ല. വാവ്, അത്രയ്ക്കും കോൺഫിഡന്റ് ആണോ? പിന്നല്ല, നീ വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഹേയ് വേണ്ട, വെറുതെ എന്തിനാ എന്നെ കൊണ്ട് റിസ്ക് എടുപ്പിക്കുന്നേ? അതൊന്നും ശരിയാവത്തില്ല. അഥവാ പേടിച്ച് നിനക്കെന്തിലും പറ്റിയാ ഇതേപോലെ ഞാൻ തന്നെ വേണ്ടേ നോക്കാൻ. ക്ലാര, നിനക്ക് ശരിക്കും ഈ കിമ്മിനെ കുറിച്ച് അറിയാഞ്ഞിട്ടാ. കിം ഒരു കാര്യം വിചാരിച്ചാ അത് നടത്താണ്ട് വിടത്തില്ല മോളെ. അതുകൊണ്ട് ആവശ്യമില്ലാത്ത റിസ്ക് എടുക്കാൻ നിൽക്കണ്ട. അതൊക്കെ നീ വെറുതെ വിചാരിക്കുക. കിം ഒന്ന് മനസ്സ് വെച്ചാ മതി, നിന്നെ ഇപ്പോ ഈ സെക്കൻഡിൽ പേടിപ്പിക്കാൻ പറ്റും. എന്നാലേ ഞാൻ ചാലഞ്ച് അക്സെപ്റ്റ് ചെയ്ത്. പക്ഷെ അതിനെ പറ്റിയ സ്ഥലം ഇതല്ല. വീട്ടില് വെച്ചിട്ട് ഈ ചാലഞ്ച് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ? വെയിറ്റ് ആൻഡ് സീ. നീ കിമ്മിന്റെ ഒരു മുഖല്ലേ കണ്ടിട്ടുള്ളൂ, ഇനിയൊരു മുഖം കാണാനിരിക്കണതേ ഉള്ളൂ. ഈ ചിറയൊക്കെ അപ്പോഴും കണ്ടാ മതി. ഈ ക്ലാര എന്തിനും ഏതിനും ആരെയും പേടിക്കാത്തോളാ. സോ നീ ചമ്മി നാറാൻ റെഡി ആയിട്ടിരുന്നോ? കാണാം. ഷോ 2 ദിവസം കഴിഞ്ഞ ഡാഡിന്റെ ഓഫീസിൽ ജോയിൻ ചെയ്യാനുള്ളതാ. ഷോ എത്ര മെയിൽസാ. ഇതിന്റെ തല ഏതാ വാല ഏതാന്ന് പോലും മനസ്സിലാവുന്നില്ലല്ലോ. ഡൗട്ട് ആയിട്ട് ഡാഡിന്റെ അടുത്ത് പോകാൻ വിചാരിച്ചാ ഡാഡിയും വീട്ടിലില്ല. ജെയ്സനോട് ചോദിക്കാന്ന് വെച്ചാ അവനാണെങ്കിൽ ഇപ്പൊ തന്നെ കിടന്ന് ഉറങ്ങുകയും ചെയ്ത്. ആരോടതപ്പ് ചോദിക്കുമെന്ന്? ജോബിനൊന്ന് മര്യാദയ്ക്ക് കേറി പറ്റിയിട്ട് പോലില്ല. അപ്പത്തേക്കും മീറ്റിംഗ് അത് ഇതെന്നൊക്കെ പറഞ്ഞ് എല്ലാത്തിനും എല്ലാം വലിച്ചിട്ട് ആ കൂടെ എന്റെ തല ഇട്ട് ഉരുട്ടുവാ. പക്ഷേ എനിക്കിപ്പോഴും ആരോടുള്ള ദേഷ്യം തീർന്നിട്ടില്ല. അവന്റെ അനിയത്തി ചെയ്ത തെറ്റിന് പീറ്ററിന്റെ മക്കട്ടേക്ക് കയറാൻ വരുന്നേ. പീറ്റർ ആണെങ്കിൽ കമാന്നൊരു അക്ഷരം മിണ്ടുന്നില്ല. അവൻ എന്നെ എങ്ങനെയെങ്കിലും സമാധാനപ്പെടുത്താൻ മാത്രമേ നോക്കുന്നുള്ളൂ. എന്റെ പൊന്നോ, ഇത്രയൊക്കെ നടന്നോ? എന്നിട്ട് ആ പീറ്റർ ഒരു ഭാഗം എന്നോട് പറഞ്ഞിട്ടില്ല, അറിയോ? അവൻ എന്നോട് പോലും പറഞ്ഞിട്ടില്ല. ഞാനായിട്ട് ചിക്കി പറ്റിയപ്പോഴാ ഇതൊക്കെ അവൻ എന്നോട് പറഞ്ഞേ. സിദ്ധാർത്ഥന്റെ കൺമുന്നിൽ നിന്നിട്ട് പോലും അവനാണ് സിദ്ധാർത്ഥ എന്നൊരു വാക്ക് പോലും ആ പീറ്റർ കമാന്ന് മിണ്ടിട്ടില്ല, അറിയോ? അല്ലേലും അവനൊരു
അറിവില്ലായ്മ ഒരു തെറ്റല്ലല്ലോ. അത് അങ്ങനെ കരുതി വിട്ടേച്ചാ മതി. പിന്നെ നാളെ നിനക്ക് ഹോസ്പിറ്റൽ ഇന്റർവ്യൂ ഉണ്ടെന്നല്ലേ പറഞ്ഞേ. അപ്പൊ പിന്നെ നമുക്ക് രാവിലെ തന്നെ പോയേക്കാം. ഞാൻ എന്തായാലും വരട്ടോ. ഓക്കേടി. എന്നാലേ ഞാൻ ഇന്റർവ്യൂക്കുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് വെച്ചാട്ടെ. എന്നിട്ട് രാവിലെ ഞാൻ വിളിക്കാട്ടോ. ഓക്കേടി. നാളെ എന്ത് ഇന്റർവ്യൂ? എന്നോട് ഒന്നും പറഞ്ഞില്ലല്ലോ ലൂസി. എന്താ ജിം? അല്ല, നാളെ എവിടെയോ ഇന്റർവ്യൂ എന്നൊക്കെ പറയണ കേട്ട് ഇതിനെപ്പറ്റി എന്നോടൊരു വാക്ക് പറഞ്ഞില്ലല്ലോ. എങ്ങോട്ടാ? നീ എന്തെങ്കിലും ജോബ് നോക്കുന്നുണ്ടോ? അത് എനിക്കല്ല, മീക്ക. അവള് ഹെവൻ ഹോസ്പിറ്റലില്ലേ, അവിടേക്ക് നാളെ ജോബിന് വേണ്ടി ഇന്റർവ്യൂക്ക് പോകുന്നുണ്ട്. അതാ എന്നെയും കൂടെ കൂട്ടിന് വിളിച്ചായിരുന്നു. അതാ പറഞ്ഞേ. ഓ അത് ശരി. പാർട്ട് ടൈം ആയിട്ടാണോ അതോ? അല്ലല്ല, അവളെ കോഴ്സ് ഒക്കെ കംപ്ലീറ്റ് ആയില്ലേ. എന്തായാലും ഫുൾ ടൈം ആയിരിക്കും. അല്ല, നീ എങ്ങോട്ടാ? അത് പിന്നെ നിഷിക്കുട്ടിനെ കാണാൻ വേണ്ടി പോവാ. എന്തേ? ഇപ്പൊ പോണ്ട. അതെന്താ? ചുമ്മാ നിന്നെ കണ്ടോണ്ടിരിക്കാലോ എന്ന് വിചാരിച്ചിട്ടാ. എന്തേ, ഞാൻ പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു? എനിക്ക് ഇഷ്ടമായില്ല. എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരാള് എന്നെ നോക്കി നിൽക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഓ അങ്ങനെ. അപ്പൊ പിന്നെ നോക്കി ഇരുന്നിട്ട് എന്നെ കാര്യം. ഈ അടുത്തായിട്ട് നിന്റെ സംസാരം ഒട്ടും ശരിയല്ലട്ടോ. ഇതൊന്നും എനിക്കത്ര പിടിക്കുന്നില്ല. ഓഹോ, എന്നിട്ട്? നമ്മള് ബാക്കിയുള്ളവരുടെ മുന്നിൽ മാത്രം കപ്പിൾസ്, അല്ലാതെ ഈ മുറിന്റെ ഉള്ളിലെ നമ്മള് ശത്രുക്കള്. അത് നീ തന്നെ നിന്റെ വാഗോണ്ട് പറഞ്ഞ കാര്യല്ലേ. സോ നീ പറഞ്ഞ വാക്ക് പാലിക്കാൻ നോക്ക്. പറയുമ്പോൾ തന്നെ പറഞ്ഞ വാക്ക് പാലിക്കണല്ലേ? പിന്നെ അല്ലാതെ ഒരാൾക്ക് വാക്ക് കൊടുത്താലേ അത് നിറവേറ്റാൻ കഴിയണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ വാക്ക് കൊടുക്കാൻ പോകാൻ പാടുള്ളൂ. അല്ലാത്ത പക്ഷം വാക്ക് കൊടുക്കേ ചെയ്യരുത്. ഓക്കെ, നീ പറഞ്ഞാലും കാര്യണ്ട്. ഞാൻ നിനക്ക് എന്തോ വാക്ക് തന്നേ? ഞാൻ നിന്നോട് എന്റെ വെറുപ്പ് കാണിക്കുന്നില്ലേ വാക്ക് തന്നേ? അത് പിന്നെ അങ്ങനെ പറഞ്ഞില്ല. പറഞ്ഞല്ലോ. എനിക്കറിയാലോ. ഞാൻ നിന്നോട് പറഞ്ഞതെന്താ? ഞാൻ നിന്നെ വിവാഹം കഴിച്ചത് തന്നെ നിന്നോടുള്ള പക വീട്ടാനാന്ന്. അപ്പൊ പിന്നെ ആ പക വീട്ടാതെ ഇങ്ങനെ കഞ്ഞാ പിഞ്ഞ വർത്താനം പറഞ്ഞോണ്ടിരുന്ന അതെങ്ങനെ ശരിയാവും? അപ്പൊ നീ ചോദിക്കുന്ന ചോദ്യത്തിലും അർത്ഥമുണ്ട്. ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ. ഇനി എന്നെ അവിടെ കൊണ്ടുപോവാ ഇവിടെ കൊണ്ടുപോവാന്നൊക്കെ പറഞ്ഞിട്ടെ വെറുപ്പ് കാണിക്കാൻ പറഞ്ഞിട്ട് എന്നോട് ഇങ്ങനെ പെരുമാറണൊക്കെ നിർത്തിട്ടെ വെറുപ്പായിട്ട് കാണിക്കാൻ പഠിക്കേ. അതാ നിനക്കും എനിക്കും നല്ലത്. അതത്രേ ഉള്ളൂ. നീ പറഞ്ഞ ആപ്പിയിലില്ല. വെറുപ്പായിട്ട് തന്നെ കാണിച്ചേക്കാം. അല്ല, നീ പുറത്തെവിടെങ്കിലും പോകുന്നുണ്ടോ? എന്തേ? അല്ല, ജാക്കറ്റ് കഴിച്ചല്ലോ. അപ്പൊ വേറെന്തെങ്കിലും ഡ്രസ് മാറാനാണോ? ഞാനെന്നാ പുറത്തേക്ക് നിക്കാം. ഹേയ്, ഞാനിപ്പോ പുറത്തൊന്നും പോണില്ല. എനിക്കിപ്പോ പ്രധാനപ്പെട്ടൊരു കാര്യണ്ട്. അങ്ങനെ എന്ത് പ്രധാനപ്പെട്ട കാര്യമാ? എന്തായാലും പറയണോ? പറഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എനിക്കെന്തിനാ അതൊക്കെ? എന്തോ? അങ്ങനെ അങ്ങ് പോയാലെങ്ങനെ? ചേച്ചി വിളിക്കുന്നുണ്ട്. ഞാൻ പോയി നോക്കട്ടെ. എന്തെങ്കിലും അത്യാവശ്യ കാര്യത്തിന് വിളിക്കായിരിക്കും. ഞാൻ പോയി നോക്കിട്ട് വരാം. കൈ എടുക്കേ. അതൊക്കെ പിന്നെ നോക്കാം. വാക്ക് കൊടുത്താൽ നിറവേറ്റണമെന്ന് നീയല്ലേ പറഞ്ഞേ? നീ വാക്ക് തന്നിട്ടില്ല ലൂസി. പക്ഷേ ഞാൻ വാക്ക് തന്നതല്ലേ. ഞാൻ നിന്നുള്ള പകയായിട്ട് തന്നെ വീട്ടുന്നുള്ളത് വാക്ക് തന്ന കാര്യല്ലയോ? അപ്പൊ പിന്നെ അത് ചെയ്യാണ്ടിരുന്നാൽ എങ്ങനെ? എന്റെ പൊന്ന് ലൂസി, കല്യാണത്തിന് മുന്നേ ഞാൻ പറഞ്ഞ കാര്യം നിനക്ക് ഓർമ്മയുണ്ടെങ്കിൽ വാലന്റൈൻസ് ഡേന് അന്ന് ഞാൻ പറഞ്ഞ കാര്യം മാത്രം നീ അങ്ങ് മറക്കുവോ? അന്ന് ഞാൻ പറഞ്ഞതും നിനക്ക് ഓർമ്മയുണ്ടാവത്തില്ലേ? ഓർമ്മയില്ലെങ്കിൽ ഞാൻ ഓർമ്മപ്പെടുത്തി തരാന്നേ. അതിനല്ലേ ഏട്ടായി ഇവിടെ ഉള്ളത്. അങ്ങനെ അങ്ങ് പോയാൽ എങ്ങനെ ലൂസി? എനിക്ക് എന്റെ വെറുപ്പ് കാണിക്കാൻ ഒരു ചാൻസ് താന്നേ. അതെന്താ ലൂസി അങ്ങനെ ഒരു ടോക്ക്? ഞാൻ ആദ്യം നിന്നോട് പറഞ്ഞതല്ലേ, വെറുപ്പ് അത് എങ്ങനെ കാണിക്കണം എന്നുള്ളത് എന്റെ താല്പര്യ. എനിക്ക് തൽക്കാലം എന്റെ വെറുപ്പ് എങ്ങനെ കാണിക്കാനേ അറിയത്തുള്ളൂ. എന്തോ സോറി ലൂസി, എനിക്ക് എന്റെ വാക്ക് നിറവേറ്റിയേ പറ്റൂ. നീഴൽ തരും ഇവൾ പാർവൈ വഴിയെങ്കും ഇനി தேவை உயிரே உயிர் நீதான் என்றால் உடனே வருவாய்.
சாகும்